വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഹാപ്പി വിഷു. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും വിഷു? എൻ്റെ വിഷു വലിയ തിരക്കേടില്ലാണ്ട് നന്നായിട്ട് തന്നെയാണ് പോയത്. എന്നിരുന്നാൽ പോലും നാട്ടിലല്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് എത്രയായാലും വരാറുണ്ട് കേട്ടോ. കാരണം ഒന്നുകിൽ സൈഷൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലൊക്കെ ആയിട്ടൊന്ന് കൂടാലോ, അതൊക്കെ ഒരു വേറെ തന്നെ സന്തോഷമാണല്ലോ. പക്ഷേ ഇവിടെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും തന്നെ ആയിട്ട് മാറിയോണ്ടും സൈഷൻ്റെ ഓഫീസുണ്ട്, മോൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ആകെ കൂടെ ഒരു ഹറിബറിയായിട്ടുള്ളൊരു വിഷുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തലേ ദിവസം വേഗം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ലാസ്റ്റ് മിനിറ്റ് കുറച്ച് കാര്യങ്ങളും കൂടി വാങ്ങാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി വന്ന ശേഷം എൻ്റെ ടാസ്ക്കാണ് കണി ഒരുക്കുക എന്നുള്ളത് കേട്ടോ. കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് ഈ സമയം വരെ ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ കണി ഒരുക്കുമ്പോൾ എൻ്റെ അച്ഛനെയാണ് എൻ്റെ വീട്ടിൽ ചെയ്യാറുള്ളത്. അപ്പോൾ അച്ഛൻ എന്തൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളത് അന്നിങ്ങനെ കുറച്ചൊക്കെ മനസ്സിലിങ്ങനെ പതിഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിവിടെ കണി ഒരുക്കാറുള്ളത് കേട്ടോ. അച്ഛൻ ചെയ്യുന്ന അത്ര പെർഫെക്റ്റ് ആയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ മാക്സിമം നന്നാക്കി ചെയ്യാൻ നോക്കാറുണ്ട്. അമ്മയാണ് സദ്യവട്ടങ്ങളൊക്കെ ചെയ്യുക. അമ്മ ഇതിനുള്ളൊക്കെ ഒരുക്കി കൊടുത്ത ശേഷം അമ്മ സദ്യവട്ടങ്ങളിലൊക്കെ ആയിട്ട് ഏർപ്പെടാറുണ്ട്. ഞാൻ ആ 7 അയലത്ത് പോകാറില്ല കേട്ടോ. പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം തൊട്ട് ഇതെല്ലാം ഒറ്റയ്ക്ക് അറിയാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാത്തിനും എത്ര വലിയ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എത്ര വലിയ ടാസ്ക്കാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് മനസ്സിലായത് കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സന്ദർഭം വരുമ്പോഴും അല്ലെങ്കിലും ഓർക്കാറുണ്ടെങ്കിലും ഇങ്ങനത്തെ സന്ദർഭം വരുമ്പോൾ ഒരു കൂടുതലായിട്ടാണ്, അതൊരു കൂടുതൽ ഇരട്ടിയായിട്ടാണ് എൻ്റെ ഉള്ളിൽ വന്ന് ഹിറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ ഇങ്ങനെയൊക്കെ കണികളൊക്കെ ഒരുക്കി കഴിഞ്ഞു. ലാസ്റ്റ് ഇതായിരുന്നു എൻ്റെ വിഷുക്കണിക്ക് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേഗം ഭക്ഷണം കഴിച്ച് പിന്നെ ഡ്രസ്സൊക്കെ സ്ഥിരയിടലും വേറെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വേഗം കിടന്നു. അങ്ങനെ രാവിലെ ഒരു 4:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കണി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ട ശേഷം പിന്നെ സൈഷന് കാണിച്ചു കൊടുത്തു. പിന്നെ അതിന് ശേഷം കനിമോളെ വിളിച്ചുണർത്തി കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. കനിമോൾ തൊഴുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ മൊത്തം കനിമോൾക്ക് കുഞ്ഞു വാവയാവുമ്പോഴുള്ള കനിമോളുടെ വിഷുവാണ് എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വന്നിരുന്നത് കേട്ടോ. അവൾക്കൊന്നും അറിയാത്തൊരാൾ, പക്ഷേ ഇപ്പോൾ എല്ലാം അറിഞ്ഞ് നല്ല കുട്ടിയായിട്ട് വന്ന് കരയാണ്ട് വന്ന് നിന്ന് തൊഴുത് അവളെ പാട്ടിന് പോയി കിടന്നുറങ്ങി കേട്ടോ. കാരണം അവൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ പിന്നെ അവൾ വേഗം പോയി കിടന്നുറങ്ങി. ഞാൻ വേഗം എൻ്റെ ബാക്കി പരിപാടിയിലേക്ക് കടന്നു. ഇന്ന് സദ്യ ഉണ്ടാക്കൽ പരിപാടിയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം കനിമോൾ ഉണ്ടാവുന്നതിന് മുന്നേയും പിന്നെ കനിമോളൊന്ന് വലുതായ ശേഷമാണ് ഞാനിങ്ങനെ സദ്യയൊക്കെ വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. കനിമോളെ വെച്ച് ചെയ്യാൻ അറിയുന്ന വലിയ ടാസ്ക്കാണ്. പിന്നെ ഇന്നത്തെ രീതിയിൽ നോക്കിയാൽ കനിമോൾക്ക് ഓൺലൈൻ ക്ലാസ്സും കൂടി ഉള്ളതുകൊണ്ടും പിന്നെ എനിക്ക് എന്തോ പുറത്തുനിന്നുള്ള സദ്യ കഴിക്കണം എന്നുള്ള വലിയ മോഹമുള്ളത് കൊണ്ടും ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാന്നുള്ളതായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സൈഷയുടെ ഓഫീസിലേക്ക് പോകാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ കനിമോളുടെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാച്ചിട്ടും പിന്നെ 2 വീട്ടിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സിസ്റ്ററിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൈനീട്ടങ്ങൾ കൈമാറുക. പിന്നെ കനിമോൾ ഇങ്ങനെ കുറേ നേരം സംസാരിച്ച് ടൈമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം പിന്നെ കനിമോൾക്ക് കൈനീട്ടം കൊടുക്കുന്നതായിരുന്നു അടുത്ത ടാസ്ക് കേട്ടോ. അതിങ്ങനെ ചെയ്തപ്പോൾ പെട്ടെന്ന് കനിമോൾ എൻ്റെ കാല് പിടിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ അയ്യോ എൻ്റെ മോൾ വലുതായി. കാരണം ആരും പറഞ്ഞു കൊടുക്കാണ്ട് അവളായിട്ട് അതങ്ങ് ചെയ്തൊരു മൊമെൻറ്റിൽ ഞാൻ പെട്ടെന്ന് എന്തോ ഇതായി പോയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ വീണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് കയറി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിലുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കരുതുന്നു. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.